നമസ്കാരം. ചൈനീസ്, കോണ്ടിനെന്റൽ, ഇറ്റാലിയൻ, അറേബ്യൻ മലയാളികളുടെ മെനു കാർഡിലേക്ക് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ കടന്നുകൂടിയ ആഹാരശീലങ്ങളാണിവ. നൂഡിൽസും കോളയുമൊക്കെ നമ്മുടെ നിത്യാഹാരമായപ്പോൾ ഒരു കൂട്ടം സ്ത്രീകൾ നാം എവിടെയോ മറന്നുവെച്ച ചില ആഹാര വസ്തുക്കളുമായി രംഗത്തെത്തി. മുളയേരി പായസവും കപ്പപ്പപ്പടവും ചക്ക ഹൽവയുമൊക്കെ വീണ്ടും മലയാളിയുടെ തീന്മേശയിലെത്തിയപ്പോൾ പിസയും ബർഗറുമൊക്കെ ദൂരെ മാറി നിന്ന് സല്യൂട്ട് അടിച്ചു. അതെ, കൃഷിക്കൊപ്പം രുചികരവും ആരോഗ്യപ്രദവുമായ ഒരു ഭക്ഷണ സംസ്കാരം തന്നെയാണ് കുടുംബശ്രീ പ്രചരിപ്പിക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ദൂരദർശനും കുടുംബശ്രീയും സംയുക്തമായി ഒരുക്കുന്ന ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ അവസാനഘട്ട മത്സരവേദിയിലേക്ക്. ഗായത്രിപ്പുഴയുടെ തീരത്തെ കാർഷിക ഗ്രാമമാണ് ആലത്തൂർ. ആദ്യ റൗണ്ടിൽ 100-ൽ 75 മാർക്കാണ് ആലത്തൂർ CDS സ്വന്തമാക്കിയത്. സ്വാഗതം പാലക്കാട് ജില്ലയിലെ ആലത്തൂർ CDSന് ദൂരദർശന്റെ വേദിയിലേക്ക്. ആലത്തൂർ ഗ്രാമത്തിന്റെ സമ്പൂർണ്ണ വികസനമാണ് CDSന്റെ ലക്ഷ്യം. ആലത്തൂരിലെ കുടുംബശ്രീ പ്രവർത്തകരെ നമുക്കൊന്ന് പരിചയപ്പെടാം. രമ, സംഘകൃഷി കൺവീനർ. കൊച്ചുകുമാരി, മുൻ CDS ചെയർപേഴ്സൺ. സുനിത ബാലകൃഷ്ണൻ, CDS വൈസ് ചെയർപേഴ്സൺ. അംബിക, CDS ചെയർപേഴ്സൺ. TM ജമീല, ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ മത്സരാർത്ഥികളെ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി ഇന്നത്തെ വിധികർത്താക്കൾ ആരൊക്കെയാണെന്നറിയാം. ലാറി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ്ഫോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP കണ്ണൻ, മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും എന്റെ ഭൂമി ട്രസ്റ്റിന്റെ പ്രസിഡന്റുമായ ഡോക്ടർ നിവേദിത P. ഹരൻ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ഇന്ദു PS, തൃശൂർ കേരള കാർഷിക സർവകലാശാല കാർഷിക സ്ത്രീ പഠന കേന്ദ്രം മേധാവി ഡോക്ടർ PS ഗീതക്കുട്ടി. ഇവരോടൊപ്പം കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരും CDS ചെയർപേഴ്സൺമാരും അടങ്ങുന്ന നിരീക്ഷക പാനലും ഇന്ന് നമുക്കൊപ്പമുണ്ട്. നമുക്കിവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മികച്ച 3 പദ്ധതികളുമായാണ് ആലത്തൂർ CDS ഒന്നാം ഘട്ട മത്സരവേദിയിലെത്തിയത്. ഈ പ്രവർത്തനങ്ങളുടെ ദൃശ്യങ്ങൾ കോർത്തിണക്കി 3 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഹ്രസ്വചിത്രം പ്രേക്ഷകർക്കായി. പഞ്ചായത്തിലെ നിർധനരായ വനിതകൾക്ക് സ്വന്തമായൊരു തൊഴിലും വരുമാനവും ഉറപ്പാക്കിയ ആലത്തൂർ കുടുംബശ്രീയുടെ പദ്ധതിയാണ് കന്നുകാലി വളർത്തൽ. പഞ്ചായത്തിലെ ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് പദ്ധതി പ്രഥമ പരിഗണന നൽകി. ഇതിന്റെ ഭാഗമായി SC വിഭാഗത്തിൽപ്പെട്ടവർ തിങ്ങിപ്പാർക്കുന്ന പറക്കുന്നം 2-ാം വാർഡ് ക്ഷീരഗ്രാമമായും ആടുഗ്രാമമായും തെരഞ്ഞെടുത്തു. 2012-ലാണ് ആലത്തൂരിൽ ആടുഗ്രാമം പദ്ധതി ആരംഭിക്കുന്നത്. പറക്കുന്നം 2-ാം വാർഡിൽ 3 SC ഗ്രൂപ്പുകളാണ് ആടുവളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നേരം വെളുത്തതേയുള്ളൂ. ആലത്തൂർ അങ്ങാടിയിൽ തിരക്ക് ആരംഭിച്ചിട്ടില്ല. ആലത്തൂർ പഞ്ചായത്തിന്റെ ട്രാക്ടറിൽ വന്നിറങ്ങിയ 4 സ്ത്രീകൾ നഗരം വൃത്തിയാക്കാൻ തുടങ്ങി. മാലിന്യങ്ങൾ ശേഖരിച്ച് ട്രാക്ടറിൽ നിറച്ചു. ഇവരുടെ ട്രാക്ടർ എത്തിച്ചേരുന്നത് ഒരു പ്ലാന്റിലേക്കാണ്, നന്മ ഖരമാലിന്യ പ്ലാന്റിലേക്ക്. ഖരമാലിന്യങ്ങൾ ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിച്ച് ജൈവവളമാക്കി മാറ്റുന്ന യൂണിറ്റാണ് നന്മ.
64 ഗ്രൂപ്പുകളിലായി 300 വനിതകൾ. ആലത്തൂരിൽ നടത്തുന്ന കാർഷിക മുന്നേറ്റത്തിന്റെ കഥയാണ് ആലത്തൂർ CDS സംഘകൃഷിയിലൂടെ പങ്കുവയ്ക്കുന്നത്. 336.5 ഏക്കർ സ്ഥലത്ത് ഇവർ കൃഷി ചെയ്യുന്നു. കൃഷിയിലൂടെ ഉയർന്ന വരുമാനം നേടി മികച്ച ജീവിതം നയിക്കുന്നു ഈ വീട്ടമ്മമാർ. പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കുടുംബശ്രീ വിവിധ പരിശീലനങ്ങൾ നൽകി. രമ, മാധവി എന്നീ വനിതാ കർഷകർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിലെ ഫാമുകളിൽ വെച്ച് പരിശീലനം നേടുകയുണ്ടായി. കൃഷിയിറക്കുന്ന സമയത്ത് കർഷകർക്ക് വിദഗ്ധ കാർഷിക നിർദ്ദേശങ്ങൾ നൽകും. കൃഷിഭവനുമായി ചേർന്ന് സൗജന്യമായി വിത്തും സബ്സിഡി നിരക്കിൽ വളവും നൽകി. ജീവിത സായാഹ്നത്തിൽ കൃഷിയിലൂടെ ആനന്ദവും വരുമാനവും കണ്ടെത്തുന്ന ഒരു കൂട്ടം അമ്മുമ്മമാരും ഇവിടെയുണ്ട്. പുലരി അമ്മുമ്മമാരുടെ സംഘകൃഷി ഗ്രൂപ്പാണ്. ഈ വാർദ്ധക്യകാലത്തും മണ്ണിൽ പണിയെടുത്ത് സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുകയാണ് ഈ അമ്മുമ്മ കർഷകർ. ഫസ്റ്റ് റൗണ്ട് കണ്ടോ എല്ലാവരും? എല്ലാവരും കണ്ടു. നാട്ടുകാര് കണ്ടിട്ട് എന്ത് പറഞ്ഞു? അഭിപ്രായം സാർ നന്നായിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. എന്തായാലും ഇത്രയും വരെ എത്താൻ സാധിച്ചല്ലോ. എന്തായാലും ആലത്തൂർ പഞ്ചായത്തിൽ CDSന് ദൂരദർശൻ തിരുവനന്തപുരത്ത് എത്താൻ സാധിച്ചല്ലോ. അത് തന്നെ വലിയൊരു നേട്ടമാണെന്ന് പറഞ്ഞ എല്ലാവരും പറഞ്ഞു. ആർക്കും അസൂയ തോന്നിയില്ല? അസൂയ ഉണ്ടാവാം, പക്ഷെ ആരും പറയില്ലല്ലോ. ഉണ്ടെങ്കിൽ പറഞ്ഞില്ല അല്ലേ? അങ്ങനെ പറഞ്ഞില്ല, നന്നായി പറഞ്ഞു. പ്രസിഡന്റ് എന്ത് പറയുന്നു നാട്ടില്? അല്ല, അത് കണ്ടപ്പോ കുടുംബശ്രീയിലെ അംഗങ്ങളല്ലാതെ മാറി നിന്ന ആൾക്കാർക്ക് പോലും ഇപ്പൊ കുടുംബശ്രീയിൽ വന്നാൽ ഇന്ന ഗുണങ്ങളുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായി. ഇപ്പൊ കാണാൻ സാധിച്ചു എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കുടുംബശ്രീ ചെയ്യുന്നത്, എന്തൊക്കെ സംരംഭങ്ങൾ ചെയ്യുന്നുണ്ട്. ആദ്യം കുടുംബശ്രീ രൂപീകരിക്കുന്ന സമയത്ത് പുറത്തു പോകുമ്പോ അവരെ ആക്ഷേപിച്ച ആൾക്കാർ പോലും ഇപ്പോ കുടുംബശ്രീ പ്രവർത്തകർ രംഗത്തിറങ്ങിയപ്പോ ഒരുപാട് മാറ്റങ്ങൾ നാട്ടിൽ ഉണ്ടായി എന്നുള്ളൊരു ചർച്ച നാട്ടിൽ വന്നു. ചർച്ച വന്നു. എനിവേ, സന്ദർശനത്തിന് 2 ജൂറി അംഗങ്ങളും ഇവിടുന്ന് ദൂരദർശൻ ശ്രീമാൻ കണ്ണനും വന്നല്ലോ. അപ്പൊ അത് എല്ലാം ചുരുക്കിയിട്ട് ഇപ്പൊ നമുക്ക് കാണിച്ചു തരും. അത് കണ്ട ശേഷം നമുക്ക് അത് സത്യമാണോ അല്ലേ എന്നുള്ളത് ഇവരോട് ചോദിക്കാം. അവസാനഘട്ട വിധിനിർണയത്തെ വ്യത്യസ്തമാക്കുന്നത് വിധികർത്താക്കളുടെ CDS സന്ദർശനമാണ്. ആലത്തൂരിലേക്കുള്ള നമ്മുടെ വിധികർത്താക്കളുടെ യാത്രകൾ നമുക്കൊന്ന് കാണണ്ടേ? നമസ്കാരം. ആദ്യമായിട്ട് 2ാം റൗണ്ടിലേക്ക് പ്രവേശിച്ച ആലത്തൂർ CDSന് അഭിനന്ദനങ്ങൾ. നമ്മുടെ ഈ 2ാം റൗണ്ടിൽ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആദ്യം കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു, ഒരു വീഡിയോ പ്രസന്റേഷനും ഒക്കെ ആയിട്ട്. അതിൽ നിന്ന് ഇതിനുള്ളൊരു വ്യത്യാസം ഇത് നേരിട്ടുള്ള വിലയിരുത്തലാണ്. നമ്മൾ ഫീൽഡിൽ വരികയും എന്തൊക്കെയാണ് ഓരോ യൂണിറ്റിലും നടക്കുന്നതെന്നും, പിന്നെ അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വകുപ്പുകളുണ്ട്. അപ്പം ഫീൽഡ് തലത്തിൽ ഈ വകുപ്പുകളുടെ ഏകോപനം എങ്ങനെയാണ് നടക്കുന്നത്, അതാണ് നമ്മൾ വൈകുന്നേരത്തെ ചർച്ചയിൽ ഉദ്ദേശിക്കുന്നത്. വാർഡ് തല ADS ജനറൽ ബോഡി യോഗങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്കേജ് ലോൺ അദാലത്ത്, മാച്ചിങ് ഗ്രാന്റ് അദാലത്ത്, അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റിസൾട്ട് എങ്ങനെയുണ്ട്? നല്ല തിരിച്ചടവിന് നല്ല ആരും അങ്ങനെ വിട്ടുവീഴ്ച. JLG മാത്രമായിട്ട് നമ്മളിപ്പം 73 ലക്ഷം രൂപയോളം വായ്പ കൊടുത്തിട്ടുണ്ട്, ബാങ്കിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4,10 ലക്ഷം രൂപ ലിങ്കേജ് വായ്പയായിട്ടും കൊടുത്തിട്ടുണ്ട്. അദാലത്തിൽ വന്ന ഗ്രൂപ്പുകൾ ഈ 25-ാം തീയതി 15ഓളം ഗ്രൂപ്പുകൾക്ക് ലോൺ കൊടുത്തിട്ടുണ്ട്. പുതിയതായിട്ട് CDS അംഗങ്ങളുമായുള്ള ഹ്രസ്വമായ ചർച്ചയ്ക്ക് ശേഷം സംഘകൃഷി, അയൽക്കൂട്ടം, മുറുക്ക് നിർമ്മാണ യൂണിറ്റ്, ടൈലറിംഗ് യൂണിറ്റ്, ചെയർപേഴ്സന്റെ ഭവന സന്ദർശനം തുടങ്ങിയ സംരംഭങ്ങളാണ് സന്ദർശനത്തിനായി തിരഞ്ഞെടുത്തത്. നമ്മൾ ഇതുവരെ ആലത്തൂർ CDS ഓഫീസിൽ ഗ്രാമപഞ്ചായത്ത്
പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, CDS ഭരണസമിതി, പ്രധാനപ്പെട്ട CDS അംഗങ്ങൾ എല്ലാവരുമായിട്ട് ഭരണപരമായ കാര്യങ്ങൾ, അക്കൗണ്ടിംഗ്, പ്രധാന പ്രവർത്തനങ്ങൾ, ഓഫീസ് പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് ആലത്തൂർ CDSലെ JLG സംഘകൃഷി നടക്കുന്ന ചെറുതറയിലേക്കാണ്. ആലത്തൂർ CDSന്റെ ചെറുതല JLG ഗ്രൂപ്പിന്റെ നെൽപ്പാടങ്ങളുടെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വലിയൊരു ചരിത്രം ഇവിടെയുണ്ട്. 2006 തരിശുഭൂമിയായി കിടന്നിരുന്ന പാടം അല്ലെങ്കിൽ ആ ഒരു ഭൂമി CDSന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് കുടുംബശ്രീ സ്ത്രീകളുടെ ശക്തമായൊരു നേതൃത്വത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും അതിജീവനത്തിന്റെയും ഫലമാണ് നമ്മളിപ്പോൾ കാണുന്ന പൊന്നു വിളഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭൂമി. അതിന്റെ ചരിത്രത്തിലേക്ക് ഒരു അല്പനേരം. നിങ്ങളുടെ പാടശേഖരത്തെ പറ്റി. ഞങ്ങളിത് 2007 ഞങ്ങൾ CDS ഇത് ഏറ്റെടുക്കുന്നത്. കൃഷി തരിശു കിടക്കുന്ന ഭൂമി കൃഷിഭവനിലൂടെ ഞങ്ങൾക്ക് ഏറ്റെടുത്തു വന്നു. പിന്നെ ഞങ്ങൾ തന്നെ തേട്ടറുകാരെ കണ്ടുകൊണ്ട് ഞങ്ങളിതിനെ ചെയ്യാൻ വേണ്ടി കുറച്ച് ആണുങ്ങളെ തന്നെയാണ് ആദ്യം പണിക്ക് നിർത്തിയത്. അത് കഴിഞ്ഞ് കണ്ടുമായി വന്നപ്പോൾ എല്ലാവർക്കും, ഇവിടുത്തെ ജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഒക്കെ ഒരു ഇത്രയും വലിയ സ്ത്രീകളായി ഇവർ മാറിയോ എന്നുള്ളൊരു വർഷമായിട്ട് 2007 തൊട്ട് 15 ഇപ്പൊ 8 വർഷമായിട്ട് നിങ്ങൾ ഓരോ രണ്ട് പൂവോ ഏതോ 3 രണ്ട് പൂവായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഏത് ഇനമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്? നെൽകൃഷിയാണ്. എത്ര ദിവസം ഇവിടെ തൊഴിൽ കിട്ടാറുണ്ടെന്ന് അറിയാമോ? ഒരു 10-15 ദിവസം കിട്ടും. കുറേ ആൾക്കാർ നമ്മളിപ്പോൾ ഞാറ് വലിക്കുന്നത്, പിന്നെ ആള് കിട്ടാൻ വഴിയില്ലാണ്ടായാൽ പറിച്ചിട്ട നടാൻ ആളില്ലാണ്ടായാലൊക്കെ ഒരു 10-15 ദിവസം നടന്നുണ്ട്. സഹായം നടാൻ വരും, നാറ് വലിക്കാൻ വരും, കള വലിക്കാൻ വരും, കൊയ്യാൻ വരും. ഇപ്പൊ മെഷീനല്ലേ, മെഷീൻ നടക്കാൻ തുടങ്ങിയപ്പോ കൊയ്ത്തില്ല. ബാക്കിയുള്ള പണിക്കൊക്കെ വിളിക്കും വരും. ചെറുതറ JLG പാടശേഖരത്ത് നിന്ന് നമ്മൾ പോകുന്നത് തെക്കുമുറി കുടുംബശ്രീ യോഗത്തിലേക്കാണ്. സെറീനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മൈത്രി കുടുംബശ്രീയുടെ അയൽക്കൂട്ടം യോഗത്തിലാണ് നമ്മളിപ്പോൾ. സമ്പാദ്യത്തിൽ നിന്ന് വായ്പയെടുത്ത തിരിച്ചടവുകൾ കൃത്യമായി കൊണ്ടുവരണം. എപ്പോഴും മഴക്കാലത്തിൻ്റെ അസുഖങ്ങളൊക്കെ വരുന്നതുകൊണ്ട് എല്ലാവരും വീടും പരിസരമൊക്കെ നന്നായി വൃത്തിയാക്കണം. ഞങ്ങളുടെ കുടുംബശ്രീ എന്താണെങ്കിലും മുന്നോട്ടാ പോണത്. കറക്റ്റായി ഞങ്ങൾ അടവടക്കുന്നുണ്ട്, കറക്റ്റായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. ഒന്നും ഞങ്ങൾ മടികാട്ടി നിൽക്കില്ല. എന്താ ഞങ്ങൾ ലോണൊക്കെ എടുത്തിട്ടുണ്ട്, കണ്ടീഷനായി അടയ്ക്കും. 20-ാം തീയതി അടയ്ക്കുന്ന 15-ാം തീയതി 15-ാം തീയതി കൊണ്ടു കൊടുക്കും. സെറീനെ പേടിച്ച് ലോണുകളെല്ലാം കൃത്യസമയത്തിന് മുമ്പ് തിരിച്ചടയ്ക്കുന്ന പുതിയ സംരംഭങ്ങളിലേക്ക് കടക്കുന്ന മൈത്രി കുടുംബശ്രീയുടെ അയൽക്കൂട്ട മീറ്റിംഗാണ് ഇപ്പോൾ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് മുറുക്ക് നിർമ്മാണ യൂണിറ്റിലേക്കാണ്. ആലത്തൂർ CDSന്റെ കാഴ്ചകളിലൂടെയാണ് നമ്മളിപ്പോൾ മൈത്രി കുടുംബശ്രീ യോഗത്തിൽ നിന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. വെങ്ങാനൂരിലുള്ള കീർത്തി മുറുക്ക് നിർമ്മാണ യൂണിറ്റിലാണ്. ഒരു ദിവസം എത്ര മുറുക്കോളം ഉണ്ടാക്കുന്നുണ്ട്? 1300 ഓർഡർ കിട്ടുമ്പോഴാണ് ഉണ്ടാക്കുന്നത്? അല്ല, ദിവസം ഉണ്ടാക്കും. നമുക്ക് എല്ലാവരും വന്ന് പറയണം. മാസത്തിൽ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. ദിവസങ്ങളിൽ ഞായറാഴ്ച ചില ദിവസങ്ങളിൽ മാത്രം ഒഴിവായിട്ട്. ഒരു ദിവസം ഒരു എത്ര വരുമാനം കിട്ടും? എത്ര രൂപ? ഞങ്ങൾക്ക് ഒരു 1000 രൂപ എല്ലാവരും കൂടെ വീതിച്ചെടുക്കത്തക്കവണ്ണം കിട്ടുന്നുണ്ട്. ഇതിപ്പോ ഇത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എന്തെല്ലാം മാറ്റം കൊണ്ടുവരാൻ പറ്റും ജീവിതത്തിൽ? മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഒന്ന് പറയും. ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റ് സമയത്ത്, കല്യാണം കഴിഞ്ഞ് വന്ന പുതുക്കത്തിലൊക്കെ. പിന്നെ ഈ കുടുംബശ്രീയിൽ വന്നതോടുകൂടി എനിക്ക് ലോണുകൾ എടുക്കാനും അത് അടയ്ക്കാനും നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ ചെയ്യാനും നമുക്ക് സാധിച്ചു. ഇപ്പൊ ഈ തൊഴിൽ ചെയ്യുന്നതോടെ 10 രൂപ നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ഭർത്താവിനെ ആശ്രയിക്കാണ്ട് സൂക്ഷിച്ചു വെക്കാനും പറ്റുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഒരു വർഷം വരെ ഉള്ള കൂടെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ 1 വർഷത്തിന് താഴെയായിട്ട് ഇവരുടെ കൂടെ ഇങ്ങനെ വരും. കാലത്ത് വരും, വൈകിട്ട് 5 മണി വരെ ഞങ്ങൾ ചെയ്യും. അവർ കൂട്ടായ്മ ചെയ്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ 5 കൂടി കൂട്ടാൻ വെച്ചു.
കാലത്ത് ഒരു 10 മണിയാകുമ്പോൾ വീട്ടു ജോലി കഴിഞ്ഞ് വരും. 5 മണിയാകുമ്പോൾ പോകും. സംഗീതം എവിടെ വരെ പഠിച്ചിട്ടുണ്ട്? 10 വരെ. 10 വരെ. നിങ്ങൾ 3 പേരും പഠിച്ചിട്ടുണ്ട് അല്ലേ? പഠിച്ചിട്ടുണ്ട്. നേരത്തെ മറ്റു തൊഴിലൊന്നും ചെയ്തിട്ടില്ല, ഇതാണ് ആദ്യം ടൈലറിംഗ്. ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? ഞാനും ടൈലറിംഗ് പഠിച്ചിട്ടുണ്ട്, കിട്ടുമ്പോഴൊക്കെ ചെയ്യുന്നുണ്ട്. രണ്ടും കൂടി. കീർത്തി മുറുക്ക് നിർമ്മാണ യൂണിറ്റിൽ ഗീതയും സംഘവും മുറുക്ക് നിർമ്മാണം തുടരുകയാണ്. നമ്മുടെ സംഘം അടുത്തതായി മണിമേഖല ടൈലറിംഗ് യൂണിറ്റിലേക്ക് നീങ്ങുകയാണ്. ആലത്തൂർ പഞ്ചായത്തിന്റെ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മണിമേഖല ടൈലറിംഗ് യൂണിറ്റിലാണ് നമ്മളിപ്പോൾ. നിങ്ങൾ എന്നു മുതലാണ് ഈ സംരംഭം തുടങ്ങിയത്? 99 സ്റ്റാർട്ട് ചെയ്തു. 1999 ഞങ്ങൾ കുറച്ച് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് 1 ലക്ഷം രൂപ ലോൺ എടുത്ത് മെഷീനറീസ് ഒക്കെ തിരിച്ചടച്ചു. അതെല്ലാം കിട്ടിയിട്ടാണ് തുടങ്ങിയത് അതോ? എല്ലാവർക്കും അറിയാം, എന്നാലും ഞങ്ങൾ ഒന്നും കൂടി ആരായിരുന്നു നേതൃത്വം വഹിച്ചത്? അറിയുമായിരുന്നു, കുറച്ചും കൂടി അറിയായിരുന്നു. പിന്നെ എല്ലാവരും തന്നെ പഠിച്ചെടുത്തു. പഞ്ചായത്തിന്റെ കെട്ടിടത്തിന്റെ ഒരു മുറി കിട്ടിയത് വളരെ സഹായമാണ്. നല്ല സഹായമാണ്. ആദ്യം ഉണ്ടായിരുന്നേ ഇല്ല 3 വർഷം. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു വരുമാനമൊക്കെ ആയ പിന്നെ വാടക ചെറുതായിട്ട് ഒരു 300 രൂപ സ്റ്റാർട്ടിങ്ങിൽ, അപ്പൊ 600 രൂപന്റെ ഉള്ളിൽ തന്നെ ഉള്ളൂ. നിങ്ങൾ എത്ര വലിയൊരു കെട്ടിടം ജംഗ്ഷനിൽ എന്തായാലും കിട്ടില്ല. എന്തൊക്കെ മെച്ചമാണ് തനിയെ ചെയ്യുമ്പോൾ? അത് റെഡിമേഡ് അടിച്ച് കുറേ അടിച്ചാലേ നമ്മുടെ കൂലി കിട്ടുള്ളൂ. ഇതാകുമ്പോ ഒരു ചുരിദാർ വെച്ച് നമ്മുടെ കൂലിയായി, നമ്മുടെ സ്വന്തമായ കൂലിയായി, സമയം ഒരുപാട് ലാഭം. സുനിതയും കൂട്ടുകാരികളും പഞ്ചായത്തിന്റെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഈ ടൈലറിംഗ് യൂണിറ്റ് CDSൽ നിന്നും വീണ്ടും വായ്പ എടുത്ത് വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ്. എല്ലാ ആശംസകളും. അപ്പോൾ നമ്മളുടെ സംഘം അടുത്തതായിട്ട് CDS ചെയർപേഴ്സൺ അംബികയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. CDS ചെയർപേഴ്സൺ അംബികയുടെ വീട്ടുവിശേഷങ്ങളിലേക്കാണ്. അന്നേരം അംബികയ്ക്ക് ഈ കൂട്ടുകുടുംബത്തിന്റെ എല്ലാ സഹകരണവും കാണുമല്ലോ നമ്മുടെ സാമൂഹ്യ പ്രവർത്തനത്തിന്? ഉണ്ട്, എല്ലാവരും നല്ല സഹകരണമാണ്. നമ്മൾ രാവിലെ എണീറ്റാൽ എന്തായാലും ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കൊന്നുമില്ല. ചിലപ്പോൾ നേരത്തെയൊക്കെ പോകേണ്ടി വന്നാലും നമ്മൾ പോകും. അതുകൊണ്ട് ഇവിടെ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം ഇവരെല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ്. നാട്ടുകാരുടെ ഇടയിൽ അംബികയുടെ ഭർത്താവ് എന്നുള്ള രീതിയിലെ ബഹുമതി എങ്ങനെയാണ്? ഇതുവരെ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ല. പുള്ളിക്ക് എന്തുകൊണ്ട് സപ്പോർട്ട് മാത്രം ചെയ്തു കൊടുക്കുന്നുണ്ട്. നല്ല കാര്യം. അമ്മ എന്ത് പറയുന്നു? എനിക്കൊന്നും തോന്നുന്നില്ല, നല്ല കാര്യം തന്നെ, നല്ല കാര്യം തന്നെ തോന്നുന്നുള്ളൂ. എല്ലാവർക്കും വേണ്ടപ്പെട്ടത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? വീട്ടിലായാലും നാട്ടിലായാലും അവരില്ലാത്ത ഒരു കാര്യമില്ല. ശരി. അപ്പൊ ചേച്ചിയെ പറ്റി നല്ല അഭിമാനമുണ്ട്. ആലത്തൂർ CDSുമായിട്ട് യോജിച്ചുകൊണ്ട് ആലത്തൂർ പഞ്ചായത്തിന്റെ വളരെ മാതൃകാപരമായുള്ള ഈ നന്മ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ മുന്നിലാണ് നമ്മൾ അതിന്റെ വിവിധ ഭാഗങ്ങൾ കണ്ടു. ഖരമാലിന്യം ശേഖരിക്കുന്നതും അതിൽ നിന്ന് പ്ലാസ്റ്റിക് മാറ്റി പ്ലാസ്റ്റിക് ഷ്രെഡ് ചെയ്യുന്നതും 40 ദിവസത്തോളം അത് ജൈവ മാലിന്യവുമായി ചേർത്ത് വളമാക്കി അത് പാക്ക് ചെയ്ത് 25 കിലോ ചാക്കുകളാക്കി മാറ്റി എടുക്കുന്ന ആ ഒരു പ്രക്രിയ നമ്മൾ കണ്ടു. ആലത്തൂർ പഞ്ചായത്തിന്റെ ഈ പരിപാടിക്ക് ശേഷം നമ്മൾ അടുത്ത മുത്തശ്ശിക്കൂട്ടം, ബാലസഭയുടെ കരാട്ടെ തുടങ്ങിയ പരിപാടികൾ കാണാൻ വേണ്ടിയിട്ട് യാത്രയാവുകയാണ്. മുത്തശ്ശിമാർ കുട്ടികളെയൊക്കെ വിളിച്ചു വരുത്തി സന്ധ്യനാമം ചൊല്ലിക്കൊടുക്കൽ, പിന്നെ ഓരോരോ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും.
പിന്നെ പണ്ടത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുക്കും. വല്ല ഡാൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ അധികം കുട്ടികൾക്ക് എന്താ താല്പര്യം എന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തു കൊടുക്കും ഞങ്ങൾ. മുത്തശ്ശി പറഞ്ഞ പോലെ തന്നെ കൂടുതൽ അവർ പറഞ്ഞു തരിക കഥകളും കവിതകളും. പിന്നെ അവർക്ക് സ്കൂളിലൊന്നും പോയിട്ടില്ലെങ്കിൽ അവർ മിക്കവാറും നമുക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് മനസ്സിലാവാത്ത ഓരോ ഭാഷകളായിരിക്കും അവരുടെ. അപ്പോൾ ഞങ്ങളത് ചോദിക്കും, എന്താണ് അത് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോൾ അവർ അതിനെക്കുറിച്ചുള്ള കൂടുതൽ പറഞ്ഞു തരും. ആദ്യകാലത്ത് ഉണ്ണിയാർച്ചയുടെ കഥകൾ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് മുത്തശ്ശിക്ക് ആ കഥയൊന്ന് പറഞ്ഞു തരാമോ ഞങ്ങൾക്ക് മക്കൾക്ക് വേണ്ടി? ആറ്റുമണമേലെ ആരോമൽ ചേകവരുടെ പെങ്ങളാണ് ഉണ്ണിയാർച്ച. ഉണ്ണിയാർച്ച ഒരാങ്ങളെയും ഒരു പെങ്ങളുമാണ്. അവർ വലുതായി അവർ കുറേ കാലം അങ്ങനെ ഇരുന്നപ്പോൾ അവർക്കൊരു കൂത്തുവേല കാണാൻ പോകണം എന്നൊരു മോഹം ഉണ്ടായിരുന്നു. ഞാൻ കൂടുതലായി കേട്ടിരിക്കുന്നത് കൃഷിച്ചൊല്ലുകളാണ്. പണ്ട് കാലങ്ങളിൽ എന്തു പറഞ്ഞാലും ഈ അമ്മൂമ്മമാർ എവിടെ പോയാലും നാടൻ പാട്ടും കൃഷിച്ചൊല്ലു ഒന്ന് പറഞ്ഞാൽ മറ്റ് വേറെ വായിക്ക് പറയുന്നത് ഇന്നത്. ഇപ്പോൾ നമ്മൾ വളമില്ല എന്നാണ് പറഞ്ഞാൽ ഒന്ന് തിന്നാലേ മറ്റൊന്നിന് വളമാകുന്ന അവരുടെ അടുത്ത മറുപടി. എന്തു പറയുകയാണെങ്കിലും അവരൊരു കൃഷിച്ചൊല്ലിൽ തുടങ്ങി കൃഷിച്ചൊല്ലിൽ തന്നെ അവസാനിക്കുന്ന കാലം തന്നെയായിരുന്നു. അരിയ നെല്ലിൻ്റെ ഓല നാടും പോലെ ചാഞ്ചാടുണ്ണി ചാരിഞ്ഞാട് നാട്ടുമുടി കുത്തി താളത്തി പാടേടാ പാട്ടു കേട്ട് നീയുറങ്ങ്. ഇതു പാടമല്ലെൻ്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്. ഇനി എൻ്റെ കരളും പറിച്ചുകൊള്ളുക, ഇനി എൻ്റെ കരളും പറിച്ചുകൊള്ളുക. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പൂമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ മോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. എങ്ങനെയാണ് നമ്മുടെ CDSൽ മുത്തശ്ശിക്കൂട്ടത്തിന്റെ നടത്തിപ്പ്? 3 മാസത്തിലൊരിക്കലാണ് അത് കൂടുന്നത്. പിന്നെ അത് കൂടാതെ മുത്തശ്ശിമാരെ ഇതേപോലെ വിളിച്ച് ഇവിടെ പഞ്ചായത്തിൽ വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ കൂടുന്നത്. പഞ്ചായത്ത് ഹാളിൽ വെച്ചിട്ട് ഞങ്ങൾ കൂടും. അവരുടെ പഴയകാല അനുഭവങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. അതേപോലെ ഇപ്പോഴത്തെ പഴയ കാലത്തുള്ള പോലെ അല്ലല്ലോ ഇപ്പോൾ കുട്ടികൾ നടക്കുന്നത്. അപ്പോൾ അവരുടെ പഴയകാലത്തെ അനുഭവങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഞങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടായത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഇന്നത്തെ ഇതുവരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്കൊന്നും അതറിയില്ല. കാരണം ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുന്നത് ന്യൂ ജനറേഷൻ കുട്ടികളാണ്. ആലത്തൂർ പഞ്ചായത്തിലെ മുത്തശ്ശിക്കൂട്ടത്തിന്റെ നടുവിലാണ് നമ്മളിപ്പോൾ. കുട്ടികളും മുത്തശ്ശിമാരുമായിട്ട് സംസാരിക്കുകയായിരുന്നു. ഇനി നമ്മൾ ബാലസഭയുടെ കരാട്ടെ പരിശീലനത്തിലോട്ടാണ് പോകുന്നത്. പഞ്ചായത്തിലെ വളരെ സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് കുടുംബശ്രീയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, നമ്മൾ ഓഫീസിൽ രാവിലെ നോക്കിയപ്പോൾ അക്കൗണ്ട്സ് ഒക്കെ ഓൾമോസ്റ്റ് വളരെ എല്ലാ രജിസ്റ്റേഴ്സും അക്കൗണ്ടിങ്ങും സംവിധാനങ്ങളും ഓഡിറ്റിംഗ് അതൊക്കെ വളരെ നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് പഞ്ചായത്തിൽ ഇപ്പോഴുള്ള അംഗങ്ങളിൽ പകുതി കൂടുതലും കുടുംബശ്രീ അംഗങ്ങളാണ് എന്നാണ് മനസ്സിലായത്. അങ്ങനെയുള്ള ഒരു തുടർച്ചയുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുന്നത് കാർഷിക മേഖലയിലുള്ള പരിപാടികളും അല്ലെ. എനിക്കൊന്ന് 300ഓളം അല്ലെ 336 ഏക്കറോളം ആണ് കൃഷി പോകുന്നത്. പാലക്കാടാണ് 64 ഗ്രൂപ്പുകളാണ് അത് ചെയ്യുന്നത്. സോഷ്യൽ ഇൻക്ലൂഷനാണ് സർ എനിക്ക് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം. ആ ഒരു സാമൂഹിക തലം, സാമ്പത്തികമായിട്ടുള്ള ഒരു വികസനത്തിനുപരി അതിൻ്റെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു സാമൂഹികമായിട്ടുള്ള ഒരു മാറ്റവും ഒരു സോഷ്യൽ ഇൻക്ലൂഷൻ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ അതിൻ്റെ നേരിട്ടും അല്ലാതെയുമുള്ള പ്രതിഫലനം അവിടുത്തെ ആ ഒരു ഡൈനമിക്സിൽ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഗീതക്കുട്ടി എന്ത് പറയുന്നു കൂടി ശ്രദ്ധിക്കാം. അവിടെ എടുത്തു പറയാവുന്ന ഒരു പ്രവർത്തനം
വളരെ സുസ്ഥിരതയോടെ മുന്നോട്ട് പോകുന്നതായിട്ട് കേരളത്തിന് ഒട്ടാകെ തന്നെ മാതൃകയായിട്ട് കണ്ട ഒന്നാണ് ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ്. നെൽകൃഷി സംസ്കാരം നിലനിർത്താനായിട്ട് വളരെ മുൻപേ നമ്മൾ ഭൂബാങ്കിൻ്റെ മാതൃകകളൊക്കെ പറഞ്ഞു തുടങ്ങുന്നതിനൊക്കെ എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ തന്നെ അവർ അതിൻ്റെ ഒരു നല്ല മാതൃക, ഭൂബാങ്ക് എന്നവർ വിളിക്കുന്നില്ലെങ്കിൽ പോലും ആ പഞ്ചായത്തിൽ എത്രമാത്രം തരിശുണ്ടെന്നുള്ളൊരു സർവേ നടത്തി ആ സർവേയുടെ അടിസ്ഥാനത്തിൽ കൃഷിക്കാർക്ക് പഞ്ചായത്ത് ഇടപെട്ട് എങ്ങനെ കൃഷിക്കാർക്ക് ഭൂമി ലഭ്യമാക്കാം എന്നുള്ളതിൻ്റെ ഒരു മാതൃകയും അവർ കാണിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ വളരെ നല്ലത്. അതുകൊണ്ട് തന്നെ നെൽകൃഷി അവിടെ സാധ്യമാകുന്നുണ്ട്, അല്ലെങ്കിൽ നിലനിന്ന് പോകുന്നുണ്ട്. ഡെയിലി ചെയ്യുന്നുണ്ടോ ഈ ക്ലീനിങ് പ്രോസസ്, അല്ലെങ്കിൽ ഈ TV ക്യാമറ വന്ന ആ സമയത്ത് മാത്രം ചെയ്യിച്ചു അങ്ങനെയില്ല? ഡെയിലി ചെയ്യണതാണ്. ഡെയിലി ചെയ്യുന്നുണ്ട്. പിന്നെ ഡെയിലി അത് ചെയ്യിച്ചാൽ പഞ്ചായത്തിന്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് ഉണ്ടല്ലോ, അവരുടെ ജോലി എന്താ പിന്നെ? അപ്പൊ ജോലി ഇല്ലാതെ ആയി പോവില്ലേ? പൊതുനിരത്തിലുള്ളത് അവര് വാരിയെടുക്കും. അത് 7 കണ്ടിജന്റ് ജീവനക്കാരുണ്ട്. അതുകൂടാതെ ആണ് ഇപ്പൊ നമ്മൾ കുടുംബശ്രീ പ്രവർത്തകർ അവർ ചെയ്യുന്നത് വേസ്റ്റ് ബിന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഓരോ കച്ചവട സ്ഥാപനങ്ങളിൽ. അതിൽ നിന്നിട്ട് ഈ പച്ചക്കറി വേസ്റ്റ് കളക്ട് ചെയ്യുക, ജൈവവളം ഉണ്ടാക്കാനുള്ള പച്ചക്കറി വേസ്റ്റ് കളക്ട് ചെയ്യുക. പിന്നെ ഈ കണ്ടിജന്റ് ജീവനക്കാർ, പഞ്ചായത്തിന്റെ ജീവനക്കാർ പൊതുനിരത്തിൽ നിന്ന് വരുന്ന മറ്റു മാലിന്യങ്ങളിൽ നിന്നും വേർതിരിച്ച് പ്ലാസ്റ്റിക് വേർതിരിച്ചെടുക്കുന്നത് ഈ കുടുംബശ്രീ പ്രവർത്തകരാണ്. അത് ഡെയിലി ചെയ്യുന്ന പ്രവർത്തനമാണ്. മാലിന്യങ്ങൾ ഉറവിടത്തിൽ സംസ്കരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനു വേണ്ടിയിട്ടാണ് പ്രോത്സാഹനം പഞ്ചായത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ അങ്ങനെ ഉറവിട സംസ്കരണം നടക്കണമെങ്കിൽ ഒന്നാം ഘട്ടം ബോധവൽക്കരണമാണ്. ഇപ്പോൾ പഞ്ചായത്ത് എന്ന നിലയ്ക്ക് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ മാർക്കറ്റുകളിലും കടകളിലുള്ള മാലിന്യങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ പുതുതായി ഞങ്ങൾ ആരംഭിച്ചാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരുന്ന കുട്ടികൾ അവരുടെ വീടുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് അവിടെ സ്കൂളിലെത്തിക്കുക, പഞ്ചായത്ത് അത് കളക്ട് ചെയ്ത് നമ്മുടെ മാലിന്യ പ്ലാന്റിലേക്ക് എത്തിക്കുക. വീട്ടിലെത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരു കാരണവശാലും പുറം തൊടികളിലിടരുത്, അവ നിങ്ങൾ ശേഖരിച്ചു വെക്കുക, പഞ്ചായത്ത് കളക്ട് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ വീടുകളിൽ നിന്ന് ഒരു ഫീസ് ഈടായിക്കൂടെ? തീർച്ചയായിട്ടും അത് ചെയ്യും. ആലത്തൂർ കൃഷിക്ക് പേരുകേട്ട സ്ഥലമല്ലേ, നെൽകൃഷിക്ക് പേരുകേട്ട സ്ഥലമാണ് നിങ്ങളുടെ. ഞാൻ നോക്കിയപ്പോൾ മൊത്തം 320 ഏക്കർ നെൽകൃഷി നിങ്ങൾ ചെയ്യുന്നുണ്ട്. 336 ഏക്കറേ കിട്ടിയുള്ളൂ. ഇപ്പോൾ കുറച്ചുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കൃഷി ഓഫീസർ പറഞ്ഞിട്ടുള്ള അറിവ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു സർവേ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇല്ല. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്ത് ഇനിയും കൂടുതൽ കണ്ടെത്തിയാൽ നമുക്ക് ഇനി വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നിലവിൽ അവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് കൂടാതെയാണ് ഇപ്പൊ തരിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ ഏറ്റെടുത്ത് നടത്തുന്നത്. അത് ശരി. അതുമാതിരി തന്നെ സംരംഭങ്ങൾ ഇല്ലേ ചെയർപേഴ്സൺ? 63ഓളം ഗ്രൂപ്പായിട്ട്, ഇൻഡിവിജ്വലായിട്ട് 22 ഉണ്ട്, അങ്ങനെ 85 ഉണ്ട്. 22 ഇൻഡിവിജ്വൽ. അത് കുറച്ച് കുറവാണ്, അത് സാരമില്ല. പക്ഷെ ഗ്രൂപ്പായിട്ട് 63 ഉണ്ട്. 315ഓളം ആളുകൾ തൊഴിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 315ഉം JLGയിൽ ജോലി ചെയ്യുന്ന 305 ആൾക്കാരുണ്ട് അല്ലേ? അപ്പൊ എല്ലാം കൂടി എടുത്ത ഒരു 620, പിന്നെ ഒരു 20 വ്യക്തിഗതം 640, 650 എന്ന് വെച്ചോളൂ. എന്നാൽ കൂടി 3000ഓളം മെമ്പർമാരുണ്ട്. 2964 കുടുംബശ്രീ അംഗങ്ങൾ ഉണ്ട്. പക്ഷേ 10-25% എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം ഇപ്പോഴും ആവശ്യമില്ല. സാർ, അത് അതിലൊരു കാര്യം 22 വ്യക്തിഗത ആളുകളെ കാണിച്ചത് കുടുംബശ്രീയുടെ സബ്സിഡി കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ആളുകളാണ് ഈ 22 വ്യക്തികൾ. അത് കൂടാതെ തന്നെ ഈ വീടുകളിൽ പലതരത്തിലുള്ള തൊഴിലിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ ഇതിനേക്കാളും കൂടുതലുണ്ട്. എത്ര പേര് അങ്ങനെ ആന്തരിക വായ്പയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണെങ്കിലും 60% ആളുകളും തൊഴിലെടുക്കുന്നവരാണ്. മൈത്രി അയൽക്കൂട്ടം അവിടെ ഇപ്പൊ ഒരു മാംഗോ ജ്യൂസ് സംരംഭം തുടങ്ങാൻ എല്ലാം ഒരുക്കി കഴിഞ്ഞു. ലൈസൻസിനായിട്ട് ഈ മാംഗോ ജ്യൂസിന്റെ ഐഡിയ എങ്ങനെ കിട്ടി? അത് ആ ഗ്രൂപ്പിലുള്ള ആളുകൾ നേരത്തെ ചെയ്യുന്നുണ്ടായിരുന്നു. മറ്റു വടക്കഞ്ചേരിയിലാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് നമ്മൾ അവിടുന്ന് അവര് നേരത്തെ വാടക കെട്ടിടത്തിലാണ്. ഇപ്പൊ നമ്മൾ പഞ്ചായത്തിന്റെ കെട്ടിടം ഉണ്ട് ഇതിനു വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് മാറാൻ വേണ്ടിയിട്ട് എല്ലാം. അപ്പൊ ഇത് കുടുംബശ്രീ സംരംഭമായിട്ടാണ്. അതെ. എത്ര പേരാ? ഇപ്പൊ അതിൽ 10 പേര്. 10 പേര്. അപ്പൊ അതിനായിട്ട്
നിങ്ങൾ ബാങ്ക് ലോണിനെ സമീപിച്ചിരിക്കുക? ഏത് ബാങ്കാണ് സമീപിച്ചിരിക്കുന്നത്? അല്ല, ഇപ്പോൾ ഫെഡറൽ ബാങ്കാണ്. ലോൺ ശരിയായിട്ടുണ്ട്, ഈ മാസം ലാസ്റ്റ് തരാന്ന് പറഞ്ഞു. പണ്ടത്തെ മാതിരി തരില്ല എന്നൊന്നും പറയില്ല. അങ്ങനെ പറയാറില്ല. അതിന്റെ പൾപ്പ് എവിടെ നിന്ന് കിട്ടും? കിട്ടും. മാങ്ങയാണ് ഇപ്പൊ സീസൺ ഇല്ലല്ലോ. അതാണ് ഇപ്പൊ നിർത്തിയിരിക്കുന്നത്. മാങ്ങ സീസൺ കുറവാണ് ഒന്ന്, അതുകൊണ്ടാണ് നിർത്തിയിരിക്കുന്നത്. പിന്നെ മാങ്ങ അവര് ഒന്നായിട്ട് ഇറക്കുകയാണ് ചെയ്യാറുള്ളത്. ഈ മാങ്ങ പഴുത്ത ഒന്നായിട്ട് ഇറക്കിയിട്ടാണ് പൾപ്പ് എടുത്തിട്ടാണ് മാങ്ങ കിട്ടാതെ മാങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ മാങ്ങ എന്തായാലും കിട്ടും. CDSന്റെ കീഴിലുള്ള എല്ലാ വീടുകളിലും ഒരു മാവങ്ങി വെച്ച് പിടിപ്പിക്കാം. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കായി നമുക്ക് പുറത്തൊരാൾ ആശ്രയിച്ച് കൊണ്ടുവരണ്ടല്ലോ. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഞങ്ങൾ. എന്തായാലും സ്വാതി ജംഗ്ഷനിൽ നടത്തുന്ന ടൈലറിംഗ് യൂണിറ്റ് ഓർഡർ അനുസരിച്ച് സ്കൂളിൽ നിന്നും യൂണിഫോം മൊത്തമായിട്ട് തയ്ച്ചു കൊടുക്കുന്നു. സ്കൂളുകളിലെ യൂണിഫോം ഓർഡർ ഇവരെടുക്കും, എന്നിട്ട് അടിച്ചു കൊടുക്കലാണ്. അല്ല, സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എന്തായാലും സ്കൂൾ HMഉം ടീച്ചേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം തന്നെ പോയി യൂണിഫോം എന്തായാലും ഒന്നായി കൊണ്ടുവരുന്ന ഓർഡർ ഇവർ ശേഖരിച്ചിട്ടാണ് ഇത് ചെയ്തു കൊടുക്കുന്നത്. തുല്യതയുടെ കാര്യം ഇവിടെ പറഞ്ഞു, എടുത്തു പറഞ്ഞു. ഡോക്ടർ റിപ്പോർട്ടില് 1500 ആൾക്കാരെ തുല്യത. എത്രാം ക്ലാസ്? 4ാം തരം. 15 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള പഠിതാക്കളെയാണ് നിർബന്ധമായിട്ടും 4ാം തരം തുല്യത എഴുതിക്കണമെന്ന് അവിടെ. ഇവരൊക്കെ 50 വയസ്സിന് മുകളിലുള്ള അല്ല, അതിൽ വേറെ ഓപ്ഷൻ കൂടി ഉണ്ട്. നമ്മളിപ്പോ എന്താ വെച്ചാൽ അതിന് താല്പര്യപ്പെട്ടു വരുന്ന 84 വയസ്സായ ഒരു അമ്മ പോലും അവിടെ 4ാം തരം തുല്യത എഴുതിയെന്നുള്ളതാണ് എന്റെ ഒരു 84 വയസ്സ്. അപ്പോൾ താല്പര്യപ്പെട്ട് വരുന്നവരെ ഒഴിവാക്കാൻ പാടില്ല എന്ന് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കരുത്. അപ്പൊ അങ്ങനെയാണ് കണ്ടെത്തിയത്. 1500 പേരെ ഞങ്ങളവിടെ പരീക്ഷ എഴുതാൻ ഓരോ വീട്ടിലും കയറി ഇറങ്ങി അവിടെ സർവേ ഓരോ പാഠം പഠിപ്പിച്ച കുടുംബശ്രീ പ്രവർത്തകരാണ് കൂടുതലും കുടുംബശ്രീ പ്രവർത്തകരാണ് ഇതിൽ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ഞങ്ങൾ 1500 ആളെ കണ്ടെത്തിയതിൽ 1400 പേരും സ്ത്രീകളായിരുന്നു എന്നുള്ളതാണ് അതിന്റെ വലിയൊരു പ്രത്യേകത. സംസ്ഥാന തലത്തിൽ ഞങ്ങൾക്ക് ഒന്നാമതായി എത്താൻ വേണ്ടി കഴിഞ്ഞു. ആലത്തൂർ പഞ്ചായത്താണ് സംസ്ഥാന തലത്തിൽ ഒന്നാമതായി എത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അത് ശരി, അത് കൊള്ളാമല്ലോ, നല്ലൊരു ഐഡിയ അല്ലേ. SC സമുദായത്തിലുള്ളവർ നേരത്തെയൊക്കെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നോക്കമായിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഈ തുല്യതയൊക്കെ വന്ന ശേഷം അതിൽ എല്ലാവരെയും ഉൾപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് സ്ഥലത്തിൽ. നിരക്ഷരായിട്ടുള്ള ആൾക്കാർ അവരുടെ ഇടയിൽ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ 90% ഇപ്പൊ ഞങ്ങള് ആടല്ലാതെ കോഴി, പശു, അതിന്റെ വല്ല സ്കീമുണ്ടോ? ക്ഷീരഗ്രാമം എത്ര ഗ്രൂപ്പ് ഉണ്ട്? 13 ഗ്രൂപ്പ്. എത്ര പേരാണ് അതില് 125 അംഗങ്ങള് ചേർന്നിട്ടാണ് നടത്തുന്നത്. ഇപ്പൊ അവർക്ക് 329 പശു. അത് കൂടാതെ തന്നെ പഞ്ചായത്തിൽ നിന്ന് 50 പേർക്ക് 2 പശുക്കൾ വീതം വിതരണം ചെയ്തപ്പോൾ അത് 350 പശുക്കളായിട്ട് 350 പശുക്കൾ നമ്മൾ കുടുംബശ്രീ മേഖലയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി ഒരു സെഗ്മെന്റ് കൂടെ കാണാനുണ്ട്. പഞ്ചായത്ത്, കൃഷിഭവൻ, മൃഗസംരക്ഷണ വകുപ്പ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെയൊക്കെ പൂർണ്ണ പിന്തുണ ആലത്തൂർ CDSന് ലഭിക്കുന്നുണ്ട്. ഈ സ്ഥാപനങ്ങളുടെയൊക്കെ പ്രതിനിധികൾക്ക് ആലത്തൂർ CDSന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നറിയണ്ടേ? വിശേഷങ്ങളിലേക്ക്. നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇനി ഞങ്ങൾ പറയാം എന്ന സോഷ്യൽ റിയാലിറ്റി ഷോ ദൂരദർശനും കുടുംബശ്രീയും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ഈ സോഷ്യൽ റിയാലിറ്റി ഷോയുടെ 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആലത്തൂർ CDS. അതിലാദ്യമായിട്ട് അഭിനന്ദനം അറിയിക്കുകയാണ് എല്ലാ CDS അംഗങ്ങളെയും. പ്രധാന ഉദ്ദേശം എങ്ങനെയാണ് വിവിധ വകുപ്പുകളെ CDSുമായി, പ്രവർത്തനങ്ങളുമായി, പഞ്ചായത്തുമായി ഏകോപിപ്പിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ പഞ്ചായത്തും കുടുംബശ്രീയും തമ്മിൽ നല്ല ഐക്യത്തോടുകൂടി പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്തിലെ CDSന് ബെസ്റ്റ് CDSന്റെ അവാർഡ് ഇവിടെ കിട്ടിയത്. ഇവിടെ പഞ്ചായത്തിൽ 3 മാസത്തിലൊരിക്കൽ കൃത്യമായി പഞ്ചായത്ത് പ്രസിഡന്റ്, ചെയർമാനായി, അതുപോലെ കൺവീനർ, CDS ചെയർപേഴ്സണായിട്ടും ഇവിടെ വിലയിരുത്തൽ സമിതി കൃത്യമായിട്ട് 3 മാസത്തിലൊരിക്കൽ ഇവിടെ കൂടാറുണ്ട്. അതാണ് പഞ്ചായത്തും CDSും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ വരുന്ന വനിതകൾക്ക് തൊഴിലധിഷ്ഠിതമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അവർക്ക് തൊഴിൽ പ്രാപ്തരാക്കണമെന്നാണ് പഞ്ചായത്തിൻ്റെ പ്രധാനമായ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് കിട്ടാവുന്ന മേഖലകൾ എന്നുള്ള സംഖ്യകളൊക്കെ വിനിയോഗിച്ചുകൊണ്ട് തൊഴിൽ കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് പഞ്ചായത്ത് മുൻഗണന എടുക്കുന്നത്. ഇപ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് നിർദ്ദേശിക്കുന്ന എല്ലാ
വികസന പ്രവർത്തനങ്ങൾക്കും ഫണ്ട് അനുവദിക്കാറുണ്ട്. പ്രത്യേകിച്ച് കുടുംബശ്രീ മേഖലയിൽ പരമാവധി ഗവൺമെൻറ് നിർദ്ദേശം അനുസരിച്ചുകൊണ്ടുള്ള പലിശയ്ക്ക് ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ നിരവധി കൊടുത്തിട്ടുണ്ട്. മേഖലയിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ രൂപീകരണത്തിൽ തന്നെ മുൻഗണനാ മാനദണ്ഡം എന്ന രീതിയിൽ കുടുംബശ്രീക്കാർക്ക് അവരുടെ ഗുണഭോക്താക്കൾക്ക് മുൻഗണന കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പിലാക്കുന്ന അടുക്കള മുറ്റത്തെ കോഴി വളർത്തൽ പദ്ധതി, അതുപോലെ തന്നെ അസ്കാർഡ് ഞങ്ങൾ കോഴി വസന്ത പ്രതിരോധ കുത്തിവയ്പ്പ് പദ്ധതി എന്നീ പദ്ധതികളിൽ അവർക്ക് തികച്ചും മുൻഗണന കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ കാർഷിക മേഖല, ഉൽപ്പാദന മേഖലയും അതുപോലെ തന്നെ കാർഷിക മേഖലയും മറ്റുള്ളെല്ലാം തന്നെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നൊരു മേഖലകളാണ് കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം. വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞാൻ വന്ന ശേഷമാണ് നിയമസഭാ സമിതിയുടെ സിറ്റിംഗ് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അന്ന് 40 ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിലുള്ള 40 പഞ്ചായത്തുകളെ സെലക്ട് ചെയ്ത് സംസ്ഥാന തലത്തിൽ അന്ന് ഞാൻ അവിടെ പോയ സമയത്ത് അതിനകത്ത് സംസ്ഥാനത്ത് കുറേയെങ്കിലും മെച്ചപ്പെട്ട രീതിയിൽ നല്ല രീതിയിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് ഉള്ളത് ആലത്തൂർ ഗ്രാമപഞ്ചായത്തിൽ എന്നൊരു, അതിൻ്റെ പിന്നിൽ കുടുംബശ്രീയുടെ ഒരു നല്ല പ്രവർത്തനം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞതെന്നുള്ളത് വളരെ എഫക്റ്റീവായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതിലേക്ക് ഭരണസമിതിയും കുടുംബശ്രീയുമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുപോലെ പഞ്ചായത്തിൽ നിന്നും ആശ്രയ പദ്ധതി, കുടുംബശ്രീക്ക് ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട്, കക്കൂസ് എന്നിവയ്ക്ക് നിർവഹണ ഉദ്യോഗസ്ഥനായിട്ട് അംഗീകരിച്ച് തന്നിട്ടുണ്ട്. ഗുണഭോക്താക്കളെ അംഗീകരിച്ച് തന്നിട്ടുണ്ട്. അവർക്ക് സമയബന്ധമായി ആനുകൂല്യങ്ങൾ നൽകി വരുന്നുണ്ട്. അതുപോലെ ആശ്രയ കിറ്റ് സമയബന്ധമായി അവർക്ക് നൽകുന്നതിനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ കുടുംബശ്രീക്ക് ലോൺ, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിന് സമയബന്ധമായി നൽകുന്നതിന് സാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് എല്ലാ കാര്യത്തിലും. പഞ്ചായത്തിൻ്റെതാണെങ്കിലും കുടുംബശ്രീയുടെ കാര്യങ്ങളിലാണെങ്കിലും CDS മെമ്പർ അയൽക്കൂട്ടം മുതൽ CDS, ADS അങ്ങനെ തുടങ്ങിയിട്ടുള്ള മൊത്തമായിട്ടുള്ള CDSൻ്റെ പ്രവർത്തനം എന്ന് പറയുകയാണെങ്കിൽ നല്ല ശരിക്കൊരു മാതൃകയുള്ള ഒരു CDS ഭരണസമിതിയാണെന്ന് പറയാം. കാരണം 5 ജില്ലയിൽ തന്നെ നമ്മൾ തുടർച്ചയായിട്ട് 4 വർഷം ബെസ്റ്റ് CDS വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ല കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ്. പഞ്ചായത്തും അല്ലെങ്കിൽ വിവിധ സ്ഥാപനങ്ങളും ഒക്കെ ആയിട്ട് കുടുംബശ്രീ എങ്ങനെയാണ് മുന്നേറുന്നതെന്ന് കാണാൻ കഴിഞ്ഞു. വിവിധ പ്രവർത്തനങ്ങൾ വളരെയധികം നല്ലപോലെ, പ്രത്യേകിച്ച് കാർഷിക രംഗത്തെ കാര്യങ്ങളിലൊക്കെ. പിന്നെ അതിനൊപ്പം ഈ ഖരമാലിന്യ സംസ്കരണ യൂണിറ്റ് സംരംഭങ്ങൾ ഇവയെല്ലാം നേരിട്ട് പോയി കണ്ടു. ഇവയെല്ലാം വളരെ തൃപ്തികരമായിട്ട് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ചെയർപേഴ്സൺ, ഇപ്പോൾ ബാങ്കിൻ്റെ പ്രതിനിധി വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, എങ്ങനെയാണ് ബാങ്കും കുടുംബശ്രീയും തമ്മിലുള്ള? കുടുംബശ്രീ ആദ്യം തൊട്ടേ ബാങ്കുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സംരംഭം തന്നെയായിരുന്നു. ബാങ്ക് കഴിഞ്ഞ വർഷം തന്നെ ഏറ്റവും കൂടുതൽ കുടുംബശ്രീയുമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വായ്പാ ലിങ്കേജ് നടത്തിയൊരു സാമ്പത്തിക വർഷമായിരുന്നു 14-15. അതിന് നമ്മൾ കുടുംബശ്രീക്ക് പ്രത്യേകിച്ച് അവർ വായ്പയ്ക്കായിട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ 1-2 തവണ അല്ലെങ്കിൽ 2-3 ദിവസത്തെ പണി കളഞ്ഞിട്ടായിരിക്കും ഒരു ബാങ്കിൽ വരുന്നതും അതിനായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ഒരു സൗകര്യം ഏർപ്പെടുത്തിയത് ഇവർക്കായിട്ട് ഒരു ക്യാമ്പയിൻ മോഡിലാണ് ഞങ്ങളിത് ക്രെഡിറ്റ് ലിങ്കേജിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവസരം ഒരുക്കിയത്. അതിനായിട്ട് ഞങ്ങൾ 8 പേരടങ്ങുന്ന ഒരു സംഘം രൂപീകരിക്കുകയും ഒരു പ്രത്യേക ദിവസം അതിനായിട്ട് കണ്ടെത്തിയിട്ട് ഒരു വലിയൊരു ഓഡിറ്റോറിയത്തിൽ ക്യാമ്പയിൻ മോഡിൽ നമ്മൾ അറേഞ്ച് ചെയ്യും. അതിന് സമയബന്ധിതമായിട്ട് അവരെ ഗ്രൂപ്പുകൾ ആ ഒരു ദിവസം മാത്രം അവർ എല്ലാ രേഖകളുമായിട്ട് ഹാജരാവുകയും അവർക്ക് വേണ്ട വായ്പയുടെ തോത് ആ സമയത്ത് നിശ്ചയിക്കുകയും ചെയ്യും. അതിനുശേഷം ഇവർക്ക് വായ്പ ഒരു 15 ദിവസത്തിനുള്ളിൽ വായ്പ ലഭ്യമാക്കുകയും ചെയ്യാൻ സാധിച്ചു. ഡോക്ടർ ഇന്ദു റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് അക്കൗണ്ടൊക്കെ വളരെ കാര്യമാത്രമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നു. കേരളത്തിൽ അങ്ങനെ ആരെങ്കിലും ചെയ്യോ? നിങ്ങൾക്ക് അത് എഴുതണമെങ്കിൽ അവരുടെ പ്രവർത്തനം നടക്കണ്ടേ? അല്ലേ? അല്ലാതെ വെറുതെ എഴുതി വയ്ക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പം ഞങ്ങൾക്ക് 1 വർഷമായിട്ട് ഞങ്ങളുടെ എഗ്രിമെന്റ് പുതുക്കിയിട്ടില്ല. നാളെ ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം ഓഫീസിലേക്ക് വരണ്ട, അതിനു മുമ്പ് തന്നെ എല്ലാ അക്കൗണ്ട്സും കംപ്ലീറ്റ് ആക്കി പോകണം എന്നുള്ള ഒരു ജോലി സ്ഥിരത ഇല്ല. അങ്ങനെ ഒരു പോളിസി ഉള്ളതുകൊണ്ട് ഞാൻ ആ ദിവസം പോകുന്നതിന് മുമ്പ് തന്നെ
എല്ലാം അപ്ഡേറ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ട് പോകും. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതുവരെ 20 കോടിയോളം രൂപ നമുക്ക് ലിങ്കേജ് കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഞാനൊരു കുടുംബശ്രീ മെമ്പറാണ്. 6000 രൂപ കൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് കുടുംബശ്രീയിൽ വന്നതോട് കൂടിയിട്ട് ഒരുപാട് വ്യക്തിഗത ലോണാണെങ്കിലും എല്ലാം നമുക്ക് കറക്റ്റായി കിട്ടുന്നുണ്ട്. അല്ല, ഇനിയിപ്പോൾ ചെയർപേഴ്സൺ, ഇനിയിപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് ഇവിടെ നിരീക്ഷകരായിട്ട് വന്നിട്ടുള്ള മറ്റ് കുടുംബശ്രീ പ്രവർത്തകരോടാണ്. അവരുടെ അഭിപ്രായം ആരാ പറയുന്നത് ആദ്യം? എനിക്ക് ഇവിടെ പറഞ്ഞ കാര്യങ്ങളും സ്ക്രീനിൽ കണ്ട കാര്യങ്ങളിലും ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുത്തശ്ശിക്കൂട്ടമാണ്. അതിലെ ബാലസഭാ കുട്ടികളുടെ കാര്യങ്ങൾ വളരെ സപ്പോർട്ടുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതി. അത് എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. വളരെ ചുറുചുറുക്കായ ഒരു അക്കൗണ്ടന്റ്. എല്ലാം കൊണ്ടും നല്ല രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് പോട്ടെന്ന് ആശംസിക്കുന്നു. എനിക്ക് ആലത്തൂർ പഞ്ചായത്ത് ഇഷ്ടപ്പെട്ടത് നെൽകൃഷിയും കരമാലിന്യ പ്ലാന്റും പിന്നെ അമ്മൂമ്മമാരുടെ കൂട്ടമാണ്. ഒരു കുടുംബശ്രീ സംവിധാനം ഏറ്റവും ഭംഗിയാക്കുന്നതിന് ഒരു പ്രധാന കണ്ണി ഇത്രയും കഴിവുള്ള ഒരു അക്കൗണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സംവിധാനം നേരെ പോകൂ എന്നുള്ളിടത്താണ് അക്കൗണ്ടന്റിനെ അഭിനന്ദിക്കുകയാണ്. മാലിന്യ സംസ്കരണം നമ്മളാരും ഏറ്റെടുത്തിട്ടില്ലാത്ത, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലാത്ത ഒരു പദ്ധതിയാണ്. അപ്പോൾ അത് നമുക്കും ആലോചിക്കാം എന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ് ഇത് കണ്ടപ്പോൾ. നന്ദി. ആലത്തൂർ CDSന്റെ പ്രവർത്തനങ്ങളെല്ലാം എല്ലാ മേഖലയിലും മികവ് തെളിയിച്ചൊരു CDS ആണ് ആലത്തൂർ CDS. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ കരമാലിന്യ സംസ്കരണം ആണ് അവരുടെ എടുത്തു പറയത്തക്ക ഒരു പ്രവർത്തനമായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു മേഖലയായിട്ടാണ് ഈ മാലിന്യം അടിഞ്ഞുകൂടി ഉണ്ടാവുന്ന. അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ ആലത്തൂർ CDSന് മറ്റെല്ലാ ജില്ലയ്ക്കും അതൊരു മാതൃകയായി എടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനും സാമൂഹ്യപരമായും സാമ്പത്തികപരമായി അവരെ മുന്നോട്ട് നയിച്ച് ആ പഞ്ചായത്തിന് മാതൃകയുള്ള കുടുംബശ്രീയായി ഈ കേരളത്തിൻ്റെ മാതൃകയുള്ള CDS കമ്മിറ്റിയായി CDS അംഗമായി മാറിയത് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഇതിൽ കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ വെക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തും. പിന്നെ സംരംഭ മേഖലയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടക്കുന്നത് അറിഞ്ഞോളാം. അതായത് 63 ഗ്രൂപ്പ് സംരംഭങ്ങളുണ്ടല്ലേ, അതിൽ വിപണന സഹായം എന്തൊക്കെയാ നൽകുക? എന്തെങ്കിലും വിപണനത്തെ കുറിച്ച്? നമ്മൾ വിപണനം പറഞ്ഞാൽ ഈ സംരംഭങ്ങൾ ചെയ്യുന്ന വിപണനം നമ്മൾക്ക് തന്നെ കുടുംബശ്രീൻ്റെ പഞ്ചായത്തിൻ്റെ കുടുംബശ്രീ കെട്ടിടമുണ്ട്. അവിടെ സാധാരണ വിപണനം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവിടെ വെച്ചിട്ട് അവിടെയും അതുപോലെ തന്നെ കടകൾ ആലത്തൂർ പഞ്ചായത്തിൽ ടൗണിൽ ആയതുകൊണ്ട് നിറയെ കടകളുണ്ട്. ഉണ്ടാക്കുന്ന വിപണനം ചെയ്യാൻ പറ്റിയ സൗകര്യമുണ്ട്. കാരണം ഉണ്ടാക്കുന്ന സാധനങ്ങൾ കടകളിൽ കൊണ്ട് ഓർഡർ പിടിച്ച് കൊണ്ടെത്തിച്ചിട്ടാണ് നമ്മൾ വിപണനം നടത്തുന്നത്. ആലത്തൂർ CDS എന്നാലും വളരെ മോശമായിപ്പോയി. എന്താന്ന് ചോദിക്കാം. നിങ്ങൾ അത്രയും മുറുക്കുണ്ടാക്കിയിട്ട് ഞങ്ങളുടെ ജഡ്ജസിന് ഒരെണ്ണമെങ്കിലും കൊടുത്തു അപ്പൊ അവര് ഞങ്ങൾക്ക് തരാനുമാണ്. അപ്പൊ ശരി, അതുകൊണ്ട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. അപ്പൊ നമുക്കിനി മാർക്ക് അറിയണം. ഇന്നത്തെ പെർഫോമൻസിന് നിങ്ങൾക്ക് 50 മാർക്കാണ് ടോട്ടൽ ലഭിക്കുക. അതിനകത്ത് എത്ര മാർക്കാണ് ഓരോ ജഡ്ജും തരുന്നത് നമുക്ക് ചോദിച്ചു നോക്കാം. ആദ്യം നമുക്ക് കണ്ണമാഷിനോട് ചോദിക്കാം. 2 ഭാഗമായിട്ടാണ് മാർക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 50 മാർക്ക്, ഈ 50 മാർക്ക് ഞങ്ങൾക്ക് 3 പേർക്കും 15 മാർക്ക് വീതം തരാനുണ്ട്. വിദഗ്ധയായിട്ട് ഇന്ന് വന്നിരിക്കുന്നത് പ്രൊഫസർ ഗീതക്കുട്ടിയാണ്. അവർക്ക് 5 മാർക്കുണ്ട്. അപ്പോൾ മാർക്ക് പറയുന്നതിന് മുമ്പ് മറ്റ് എല്ലാവരോടും നമ്മൾ പറയുന്ന പോലെ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. നിങ്ങളുടെ ഫസ്റ്റ് റൗണ്ടും ഇപ്പോഴത്തെ സെക്കൻഡ് റൗണ്ടും ഒക്കെ കേട്ടതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മറ്റെല്ലാ കുടുംബശ്രീ കൂട്ടായ്മകളെയും പോലെ ഏറ്റവും അധികം കൂടുതൽ കുടുംബശ്രീ അംഗങ്ങൾ സാമ്പത്തികമായിട്ട് പണിയെടുക്കുന്നത് കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലുമാണ്. ഒന്നുകിൽ കൃഷി, ഇല്ലെങ്കിൽ ആട്, മാട്, പശു, ഇല്ലെങ്കിൽ ഭക്ഷ്യ സംസ്കരണം,
ഫ്ലവർ മില്ലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലേ, അതുമാതിരിയുള്ള കാര്യങ്ങളാണ്. അതുകൂടാതെ പിന്നെ സംരംഭങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മാതിരി ഗ്രൂപ്പ് സംരംഭങ്ങൾ മാത്രമല്ല, വ്യക്തിഗത സംരംഭങ്ങളും അതിൻ്റെ ഒരു കണക്ക് ഇവിടെ മുൻ ചെയർപേഴ്സൺ ശ്രീമതി രമ അത് പറഞ്ഞു. ഇവിടെ അത് അവർ പറഞ്ഞതിൽ നേരത്തെയുള്ള ഒരു കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ശരിയാണെങ്കിൽ 60% കുടുംബശ്രീ അംഗങ്ങൾ ഏതെങ്കിലും ഒരു സാമ്പത്തികമായി ബന്ധപ്പെട്ട വരുമാനമുള്ള ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് വലിയൊരു നേട്ടമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് പ്രവർത്തനങ്ങളും ഇപ്പോൾ ഇവിടെ അവർക്കൊക്കെ നിരീക്ഷകർക്കൊക്കെ നന്നായി തോന്നിയത്, നമുക്കും ഫസ്റ്റ് റൗണ്ടിലും തോന്നി, ഈ പിന്നെ മാലിന്യ സംസ്കരണ യൂണിറ്റ് അതിനെ നിലനിർത്താനും നന്നായി കൊണ്ടു നടത്താനും ഒക്കെ ആയിട്ട് കുടുംബശ്രീയുടെ കൂട്ടായ്മ ശ്രമിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, പഞ്ചായത്ത് കുറേ കൂടെ അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ലെന്ന് മാത്രമല്ല, അതാണ് അത്യാവശ്യം. എല്ലാവർക്കും വേണ്ട കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. വൃത്തിയില്ലാത്തൊരു നാടാണെങ്കിൽ പിന്നെ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. എത്ര ഡോക്ടർമാരുണ്ടെങ്കിലും യാതൊരു കാര്യമില്ല, അല്ലേ? അപ്പോൾ അതൊരു പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തിൽ എപ്പോഴും മനസ്സിൽ വെക്കണം എന്നൊരു അഭ്യർത്ഥന കൂടെ ഉണ്ട്. പിന്നെ നിങ്ങളുടെ കുടുംബശ്രീ ഭാഗത്തു നിന്ന് തന്നെ ഇപ്പോൾ പ്രേരക് പറഞ്ഞു, തുല്യതാ പരീക്ഷ. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ പല പ്രദേശത്തും കുറച്ച് വർഷങ്ങൾ വരെ നിരക്ഷരത ചില വിഭാഗങ്ങൾക്കിടയിലുണ്ടായിരുന്നു. എനിക്കത് നേരിട്ടറിയാം, പ്രത്യേകിച്ച് SC ST വിഭാഗത്തിൽ. അത് മറികടക്കാനായിട്ട് 1500 പേരെ സജ്ജമാക്കി എല്ലാവരെയും പാസ്സാക്കി 4ാം ക്ലാസ്. അത് സംസ്ഥാനത്ത് തന്നെ 1ാം സ്ഥാനത്ത് വന്നു എന്നാണ് പറയുന്നത്. അതും ഒരു വലിയൊരു നേട്ടമായിട്ട് ഞാൻ കണക്കാക്കാണ്. കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, കരാട്ടെ, മുത്തശ്ശിക്കൂട്ടം, മറ്റ് പരിപാടികൾ, അത് നമ്മുടെ ഭാവിയിലുള്ള കുട്ടികളോടുള്ള നിങ്ങളുടെ ഒരു സ്നേഹപ്രകടനം മാത്രമല്ല, ഒരു ചുമതല കൂടിയായിട്ട് ആണ് ഞാൻ കണക്കാക്കുന്നത്. SC വിഭാഗത്തിൻ്റെ പങ്കാളിത്തമല്ല, നേതൃത്വപരമായിട്ടുള്ള പ്രവർത്തനം, അതുള്ള കൂട്ടായ്മകൾ കുറച്ച് കുറവാണ്. ഇപ്പം നമ്മുടെ ഈ 16 തന്നെ 2 or 3 ഉള്ളൂ അങ്ങനെയുള്ളതിൽ. അപ്പോൾ അതിനൊരു ഇത് ഉണ്ട്. ബാങ്കിങ്, നിങ്ങൾ ബാങ്കുമായിട്ടുള്ള ഇടപാട്, ഇപ്പോൾ ബിബിൻ വളരെ വിശദമായിട്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ഇടപാടുകളെക്കുറിച്ച് പറഞ്ഞു. അതിലുള്ള ഒരു വിശ്വാസം, അതിന് വന്നിട്ടുള്ള ഒരു കോൺഫിഡൻസ് അല്ലേ, അതെല്ലാം. പിന്നെ നമ്മളിവിടെ ചർച്ച ചെയ്തില്ലെങ്കിലും ഡോക്ടർ ഇന്ദു മാഡത്തിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞത്, പഞ്ചായത്ത് തന്നെ ഇപ്പോൾ 10% വരികൾക്ക് വേണ്ടി ബഡ്ജറ്റ് നീക്കിയിരിക്കാനായിട്ട് നിർദ്ദേശം എങ്കിലും ഇത് ആലത്തൂരിൽ 20% പ്രസിഡന്റ് പറഞ്ഞു, അല്ലേ? അപ്പം നിങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് പറയുന്നതിനേക്കാൾ ഇരട്ടി ബഡ്ജറ്റിൽ സ്ത്രീകൾക്കായുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് വക കൊള്ളിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും കുടുംബശ്രീ മുഖേന അല്ലെങ്കിൽ കുടുംബശ്രീയുമായിട്ട് ഉൾപ്പെട്ട കാര്യങ്ങൾക്കാണ്. അതൊരു ഇതാണ്. എന്തെങ്കിലും ഒരു കുറവ് ഇവർ എഴുതിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമം എനിക്കുണ്ട്. അത് പ്രൊഫസർ ഗീതകുട്ടിയെങ്കിലും എഴുതുമെന്ന് വിചാരിച്ചു, അവർ ചെയ്തില്ല, ഡോക്ടർ ഇന്ദുവും ചെയ്തില്ല. 2 പേരും എന്നെ നിരാശപ്പെടുത്തി. അപ്പോൾ കുറച്ച് എന്നെ കണ്ടുപിടിക്കാനും ഞാൻ ശ്രമിച്ചു, പക്ഷെ വിജയിച്ചോന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് വളരെ മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ കാഴ്ചവെക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് 15-ൽ 13.2 മാർക്ക്. ഇനി ഞങ്ങൾ പറയാമല്ലേ? നിങ്ങൾ പറഞ്ഞു, നമ്മൾ കേട്ടോ. ആലത്തൂർ CDS കുറേ കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നാമത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതൊരു മാതൃകാപരമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അത് എല്ലാ സ്ഥലത്ത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ സമയമായി കഴിഞ്ഞു. അത് സ്റ്റേറ്റ് മിഷൻ ഒന്നും അത് നോട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഭൂബാങ്ക് സർവേ, അതെനിക്ക് മനസ്സിലായി. നിങ്ങൾ ബാക്കി പഞ്ചായത്തിൽ ചെയ്യുന്നതിന് കുറേ വർഷങ്ങൾ മുമ്പേ നിങ്ങളത് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. അതും വളരെ ഒരു മാതൃകാപരമായിട്ട് ചെയ്യാനുള്ള കാര്യമാണ്. നിങ്ങൾ പയനിയേഴ്സാണ് അതിൽ. പിന്നെ മൂന്നാമത്തെ വിമൻസ് ഹോസ്റ്റൽ, ഇതേപോലെ കാര്യങ്ങൾ പ്രോജക്ട്സാണ് ശരിക്ക് കുടുംബശ്രീ ചെയ്യണം. ബെനിഫിറ്റിംഗ് ദ വിമൻ എംപ്ലോയീസ് എറ്റ്സെട്ര. പിന്നെ ഫൈനലി ഈ മാംഗോ ജ്യൂസ് സംരംഭം, അത് നിങ്ങൾ
നല്ല സ്റ്റഡി ചെയ്തിട്ട് അവിടെ മാങ്ങ വൃക്ഷങ്ങളുണ്ട്. മാർക്കറ്റിംഗ് സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാം എക്സാമിൻ ചെയ്തിട്ട് ഇത് മുന്നോട്ട് പോകണം. ഇതും വളരെ ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ഒരു മാതൃക മാർക്സാണ്. 15-ൽ 13. നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ 73ാം ഭേദഗതി ഈ പഞ്ചായത്ത് രാജൊക്കെ പറയുമ്പോഴും നമ്മൾ ആ ഒരു ഗ്രാമ സ്വരാജിനും ഒരു സാമ്പത്തിക സ്വാശ്രയത്വത്തിനും അപ്പുറം ഒരു സാമൂഹികമായിട്ടൊരു വലിയ തലം ഇവിടെയുണ്ട്. അതിനകത്ത് ഒരു സ്ത്രീപക്ഷ ചിന്ത എന്നത് വെറും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ചിന്ത എന്നതിനപ്പുറം സമൂഹത്തിൻ്റെ മൊത്തമായുള്ള ഒരു വികസനത്തിൽ സോഷ്യൽ ഇൻക്ലൂഷൻ ഉൾപ്പെടെയുള്ള ആ ഒരു സാമൂഹികമായ കാഴ്ചപ്പാടിൽ വളരെ ഒരു ഉയർന്ന തലത്തിലാണ് ആലത്തൂരിൻ്റെ പ്രവർത്തനങ്ങൾ. മാലിന്യ നിർമ്മാർജ്ജനം പോലുള്ള പല കാര്യങ്ങളിലും വളരെ ശാസ്ത്രീയമായിട്ടൊരു കാഴ്ചപ്പാടുണ്ട്. നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റും. പക്ഷെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഒരു പഞ്ചായത്തിൽ പ്രായോഗികമായിട്ട് വേസ്റ്റ് വാരിക്കൊണ്ട് വരികയാണ്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും CDSC ചെയർപേഴ്സൺ ഉൾപ്പെടെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവരുടെ ആ ഒരു ഇടപെടലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം പഞ്ചായത്ത് സ്വന്തം എന്ന നിലയിലാണ് അഭിമാനത്തോടു കൂടിയാണ് ആ വളത്തിൻ്റെ ചാക്ക് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും നമ്മളെ ആലത്തൂർ ലേബലിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തോന്നിയത് ശക്തമായ പഞ്ചായത്തിൻ്റെ ഒരു പ്രവർത്തനവും അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഒരു മാതൃകയുടെ കൂടെയാണ് കുടുംബശ്രീ. കുടുംബശ്രീ ഇപ്പോഴവിടെ പഞ്ചായത്തിൻ്റെ വളരെ ശക്തമായ ഒരു ഒരു സാന്നിധ്യമാണ്. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ ഒരു സാമ്പത്തികം മാത്രമല്ല സാമൂഹികവുമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ വഴിയിലാണ്. ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വരുമ്പോഴും മുന്നോട്ടുള്ള ഒരു മാർഗം വ്യക്തമായ ഒരു ദിശാബോധമുണ്ട്. ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് CDSനും അറിയാം, പഞ്ചായത്തിനും അറിയാം. അപ്പോൾ ആ തരത്തിൽ ഏറ്റവും നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു മാതൃകയാണ് ആലത്തൂർ CDSും അവർക്ക് നൽകുന്നത് 15-ൽ 13.5. കേരളം പൊതുവെ നോക്കിക്കൊണ്ടിരിക്കുന്നൊരു പ്രശ്നത്തിനുള്ള ഉത്തരമാണ് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്, കുറേ വർഷമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ട് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. മറ്റൊരു പഞ്ചായത്തും മറ്റൊരു കുടുംബശ്രീയും ഇതുവരെ ഏറ്റെടുക്കാത്തൊരു പ്രശ്നം നിങ്ങൾ കേരളത്തിന് മുന്നേ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്കെല്ലാവർക്കും സാധ്യമാണെന്നുള്ളത്. അതിന് തന്നെ പ്രത്യേകിച്ച് ഒരു 0.2 മാർക്ക് ഞാൻ കൂടുതൽ തരും നിങ്ങൾക്ക്. അത്രയൊക്കെ ഉള്ളു നിങ്ങൾക്ക് തരാനായത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ്. പിന്നെ നെൽകൃഷി സംസ്കാരം പാലക്കാട് നിലനിർത്തും എന്നുള്ളത് ഉറപ്പിച്ച് കാണിക്കുകയാണ് നിങ്ങളുടെ ഭൂബാങ്കിൻ്റെ ആദ്യമായിട്ടുള്ള ഭൂബാങ്കിൻ്റെ പേര് നിങ്ങൾ ഇട്ടില്ലെങ്കിലും അതിൻ്റെ മാതൃകയിലുള്ള പ്രവർത്തനവും പിന്നീട് തുടർന്ന് വന്ന JLG സംവിധാനത്തിലെ രമേയുടെയും മറ്റു നേതൃത്വത്തിൽ തുടർന്നു പോകുന്ന ആ നല്ല കൃഷി സംസ്കാരവും ഇതിനൊക്കെയായിട്ട് നിങ്ങൾക്ക് 4.7 മാർക്ക് ഞാൻ തരും. ആലത്തൂർ CDSന്റെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ഇന്നീ വേദിയിൽ വിധികർത്താക്കൾ നൽകിയിരിക്കുന്ന ആകെ മാർക്ക് അറിയാം. 50-ൽ 44.4. വിധികർത്താക്കളുടെ CDS സന്ദർശനത്തിന്റെയും ആലത്തൂർ CDS അംഗങ്ങൾ ഞങ്ങൾക്ക് സമർപ്പിച്ച രേഖകളുടെയും അടിസ്ഥാനത്തിൽ 50 മാർക്ക് കൂടി ആലത്തൂരിന് സ്വന്തമാക്കാം. ഇതിൽ എത്ര മാർക്കാണ് ആലത്തൂർ നേടിയിരിക്കുന്നതെന്ന് നമുക്ക് കണ്ണൻ മാഷിനോട് ചോദിച്ചറിയാം. ഒരു 50 മാർക്കിൻ്റെ കാര്യം ഇപ്പം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി വേറൊരു 50 മാർക്ക് കൂടിയുണ്ട്. ആ വേറൊരു 50 മാർക്ക് 3 ഭാഗങ്ങളായിട്ടാണ് ഞങ്ങൾ മാർക്കിട്ടിരിക്കുന്നത്. അതിലത്തെ ഒരു ഭാഗം 20 മാർക്ക് കഴിഞ്ഞ റൗണ്ടിൽ കിട്ടിയ മാർക്കിൻ്റെ 20% ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അത് ആലത്തൂരിന് കിട്ടിയിരിക്കുന്നത് 20-ൽ 15 മാർക്കാണ്, കഴിഞ്ഞ റൗണ്ടിൻ്റെ 20%. അതുകൂടാതെ ഫീൽഡ് വിസിറ്റിൽ ഡോക്ടർ ഇന്ദുവും ഡോക്ടർ ഗീതക്കുട്ടിയും കൂടി നടത്തിയ പരിശോധനയിൽ അവർ 20-ൽ മാർക്ക് ഇട്ടിട്ടുണ്ട്. ആ മാർക്ക് നോക്കിയപ്പോൾ 20-ൽ 16 മാർക്ക് തന്നിട്ടുണ്ട്. ആ ബാക്കി 10 മാർക്കുണ്ടല്ലോ, ഈ ബാക്കി 10 മാർക്ക് എന്നുള്ളത് നിങ്ങളിവിടെ അയച്ചതും കൊണ്ടുവന്നതുമായിട്ടുള്ള രേഖകൾ പരിശോധിച്ച് നമ്മളതിനൊരു മാനദണ്ഡം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ ഘടകവും പരിശോധിച്ച് 10-ൽ എത്ര മാർക്കാണ് എന്നുള്ളതാണ്. അതിൽ ഈ സാമൂഹ്യ പങ്കാളിത്തത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വളരെ ഉയർന്ന നിൽക്കുന്നത്. CDSൻ്റെ നേതൃത്വം
തന്നെ അത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് തന്നെ SC ബാക്ക്ഗ്രൗണ്ടാണ്. പിന്നെ CDSലെ പ്രാതിനിധ്യം, ആകെയുള്ള മെമ്പർമാരിൽ എത്ര ശതമാനം പേര് SC വിഭാഗത്തിൽ നിന്നുണ്ട്, പിന്നെ ഈ JLGയിലും MEയിലും മറ്റു സംരംഭങ്ങളിലും ഒക്കെ എത്ര പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കുറഞ്ഞ കണക്കാണ് എടുത്തിട്ടുള്ളത്, നിങ്ങളിപ്പോഴാണ് പറഞ്ഞത്, എങ്കിലും ആ ബ്രാക്കറ്റിൽ തന്നെയാണ് നിങ്ങൾ വരുന്നത്. ഇതെല്ലാം കണക്കിലെടുത്തപ്പോൾ 10ൽ 8.5 മാർക്കാണ് അതിന് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയപ്പോൾ 50ൽ 39.5 മാർക്ക് ഈ 50ൽ കിട്ടിയിട്ടുണ്ട്. 50ൽ 39.5 മാർക്കാണ് ആദ്യ ഭാഗത്ത് ആലത്തൂർ സ്വന്തമാക്കിയത്. രണ്ടാം ഭാഗത്ത് 50ൽ 44.4. അങ്ങനെ ഈ വേദിയോട് വിട പറയുമ്പോൾ ആലത്തൂർ CDS സ്വന്തമാക്കിയിരിക്കുന്ന ആകെ മാർക്ക് 100ൽ 83.9. കുടുംബത്തിലും സമൂഹത്തിലും നിശബ്ദമായൊരു സാന്നിധ്യമായി സ്വയം ഒതുങ്ങി കഴിയേണ്ടി വന്ന സ്ത്രീകൾ കുടുംബശ്രീയിലൂടെ പൊതുധാരയിലെത്തി തങ്ങളുടെ കയ്യൊപ്പുകൾ പതിപ്പിച്ചു കഴിഞ്ഞു. ഇതൊരു പൊളിച്ചെഴുത്താണ്. ഇന്നോളമുള്ള സ്ത്രീ സഹനങ്ങൾക്കെതിരെ ശാക്തീകരണത്തിലൂടെ ഒരു വലിയ ചുവടുവയ്പ്. ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ അവസാനഘട്ട വേദിയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഉയർത്താം കൈവളകൾ കിലുങ്ങും കരങ്ങൾ, സമസുന്ദര സ്വപ്നം നമുക്കായി ഇനി വഴിയെങ്ങും വിടർത്താം വളർത്താം. നാളത്തെ ലോകത്തിൻ ദൂതികളെ, മാറുന്ന കാലത്തിൻ തോഴികളെ, നാം ഒന്നിച്ചാൽ എന്നും നേടുകില്ലേ, നാടിനും വീടിനും നന്മയല്ലേ. കുതിപ്പൂവൻ തിരയലയായി പെൺ കരുത്തിൻ വൻകടലുകൾ, പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം തുടക്കം. നാരീനി മുതലാണിനൊരു നിഴലാവതൊരു കഥയായി, നാടിനൊരു നവജീവ സങ്കര ഭേരി ഉണരുകയായി. മൂടുമിരുളിലുമേതു മറവിലുമാകെ കതിരുകളായി, മാറി വരുമൊരു മൂല്യ സംക്രമരാശി വിടരുകയായി. അലസത വിടിയാം, അമലത കളയാം, പുതുതാടാകാശം. തരിശുകൾ ഹരിതം, മനസ്സുകൾ സഫലം, തുടരാം ഈ യജ്ഞം. നാളത്തെ ലോകത്തിൻ ദൂതികളെ, മാറുന്ന കാലത്തിൻ തോഴികളെ, നാം ഒന്നിച്ചാൽ എന്നും നേടുകില്ലേ, നാടിനും വീടിനും നന്മ.